ഗുരുഭ്യോ നമ. ഇന്നത്തെ എപ്പിസോഡിൽ ഈശ്വരചിന്ത, ഈശ്വരസങ്കല്പം, ലക്ഷ്യം, പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭയം മൂലമാണ് ഈശ്വരനെ ഭജിക്കുന്നത്. ഈശ്വരഭജനം ചെയ്തില്ലെങ്കിൽ ആപത്ത് വന്നുകൂടും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നന്മയും വന്നു ചേരില്ല എന്നൊക്കെയുള്ള ഭയമാണ് നമ്മെ അലട്ടുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം എന്തെന്ന് വെച്ചാൽ, ഈശ്വരന് ആരോടും ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്നുള്ളതാണ്. ആ ശക്തിക്ക് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഈശ്വരൻ അരൂപിയാണ്. എന്നാൽ മനുഷ്യൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി, മനുഷ്യന് സമാധാനവും നിലനിൽപ്പും ഉണ്ടാവുന്നതിനു വേണ്ടി ലോകരക്ഷാർത്ഥം മനുഷ്യരൂപം ധരിച്ച് അവതാരമെടുക്കുകയാണ് ചെയ്യുന്നത്. അവതാര പുരുഷന്മാരെക്കുറിച്ചും സിദ്ധാവതാരങ്ങളെക്കുറിച്ചും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഈശ്വരനെ ഭജിക്കുന്നതിനും പൂജിക്കുന്നതിനും വേണ്ടിയുള്ള പുണ്യസ്ഥലങ്ങളാണല്ലോ, അല്ലെങ്കിൽ പുണ്യസ്ഥാനങ്ങളാണല്ലോ ക്ഷേത്രങ്ങൾ. തന്ത്രിമാർ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളും മഹാസിദ്ധപുരുഷന്മാർ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളും ഈ ഭൂമിയിലുണ്ട്. ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ചൈതന്യം അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം പ്രതിഷ്ഠ നടത്തിയ തന്ത്രിയുടെ അല്ലെങ്കിൽ പുണ്യപുരുഷൻ്റെ ദിവ്യത്വത്തിനനുസരിച്ച് ഏറിയും കുറഞ്ഞുമിരിക്കും. അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ സ്വയംഭൂവായ സന്നിധികളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷിപ്രഫലം സിദ്ധിക്കുന്നതും മനുഷ്യരൂപത്തിൽ തന്നെ ഭഗവാനെ ദർശിക്കാൻ പല പുണ്യാത്മാക്കൾക്കും ഭാഗ്യം സിദ്ധിക്കുന്നതും. ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം മനുഷ്യൻ്റെ കാര്യസാധ്യങ്ങൾക്കു വേണ്ടിയാണ് എന്നുള്ളതാണ്. അതായത് ജീവിത വ്യാപാരത്തിൽ മുന്നേറി സ്വസ്ഥമായി ജീവിച്ചു മരിക്കുന്നതിനു വേണ്ടി അവിടെ നമ്മൾ മുക്തി എന്ന അവസ്ഥയെ മറക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ പോയി ഈശ്വരനെ ഭജിക്കുന്നതിനോടൊപ്പം മനുഷ്യജന്മത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം മുക്തിപദം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ചിത്തശുദ്ധിക്കു വേണ്ടിയാണ് എന്ന് വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്ഷേത്രദർശനം നടത്തേണ്ടത് വെറും ഭൗതികമായ ഒരു കാര്യസാധ്യത്തിനു മാത്രമല്ല എന്നൊരു തിരിച്ചറിവ് ആവശ്യമാണ്. ക്ഷേത്രദർശനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടിയാകണം. അതായത് പരമോന്നതമായ മുക്തിപദം നേടുന്നതിലായിരിക്കണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കു വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ആചാരങ്ങൾ തുടരുകയും ഏതെങ്കിലും ഒരു സഹസ്രനാമം തുടർച്ചയായി എല്ലാ ദിവസവും പ്രത്യേകിച്ച് പുലർക്കാലെ ഉരുവിടുകയും ചെയ്താൽ കാലക്രമേണ കാര്യസാധ്യങ്ങൾക്കൊപ്പം ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പാതയും തീർച്ചയായും തുറന്നു കിട്ടുന്നതാണ്. ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള ഭക്തിയെ പരാഭക്തി എന്നും മറ്റ് ശ്രമങ്ങൾക്ക് അപരാഭക്തി അഥവാ സാധനാഭക്തി എന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഭജഗോവിന്ദത്തിൽ ആദിശങ്കര ഭഗവത്പാദർ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴും ഗോവിന്ദനെ ഭജിക്കുക. മരണം വന്നെടുക്കുമ്പോൾ ഗ്രന്ഥപാരായണം ചെയ്തിരുന്നാൽ അത് രക്ഷിക്കുകയില്ല എന്ന്. എപ്പോഴും നാരായണനെ ഭജിക്കുക. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭൗതിക ലോകത്തിൽ താല്പര്യം കുറഞ്ഞു എന്നാണ്. രാവും പകലും, ഋതുക്കളും ബന്ധങ്ങളും ഈ ഭൂമിയും ചരാചരങ്ങളും ശാശ്വതമല്ല. മറിച്ച് നാരായണനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് മോക്ഷമാർഗത്തിനുതകുന്നതും നമ്മെ രക്ഷിക്കുന്നതും. നാരായണനെ ഭജിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അടങ്ങും. മനസ്സിൻ്റെ സ്വഭാവം ചലിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. മനസ്സിനെ അടക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിന്
നമുക്ക് വേണ്ടത് വൈരാഗ്യമാണ്. അതായത് ഒന്നിനോടും അടുപ്പമില്ലാത്ത ഒരവസ്ഥ. അതുണ്ടാകണമെങ്കിൽ നമ്മൾ ചിത്തശുദ്ധിയുള്ള ജനങ്ങളുമായി സത്സംഗത്തിലേർപ്പെടണം. സത്സംഗമെന്നാൽ ഗുരുക്കന്മാരുമായുള്ള സമ്പർക്കം, മഹാഗുരുക്കന്മാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥപാരായണം എന്നിവയാണ്. ഇത് നിരന്തരം തുടരേണ്ടതും മഹത് വചനങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുമാണ്. മേൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈനംദിന കൃത്യങ്ങളിൽ നെട്ടോട്ടം തിരിയുന്ന നമുക്ക് കഴിയില്ല എന്ന് പലരും പറഞ്ഞേക്കാം. എന്നാൽ ഏറ്റവും മഹത്തായ കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ കലിയുഗത്തിൽ അതൊരു മുതൽക്കൂട്ടാണ്. ഏതെങ്കിലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത്. ഈ ജീവിതത്തിൽ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നും അതിന് ഈശ്വര ചിന്തയിലൂടെ നാം തന്നെ പരിഹാരം കാണേണ്ടതാണെന്നും ഉള്ള ബോധം ഉണ്ടായാൽ കുറച്ചെങ്കിലും നമുക്ക് ആശ്വാസം കണ്ടെത്താം. ഈശ്വര ചിന്തയും ഗുരുവിനോടുള്ള മമതയും നമ്മെ രക്ഷിക്കും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഈശ്വരന്മാർ അല്ലെങ്കിൽ ദേവന്മാർ അല്ലെങ്കിൽ ദൈവിക സങ്കല്പങ്ങൾ പലതുണ്ടോ എന്ന്. അവതാരങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പല ഈശ്വരന്മാരുള്ളത് സത്യത്തിൽ മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗുരുപരമ്പരകൾ അവസാനിക്കുന്നിടത്ത് ഈശ്വരൻ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. ആ ഈശ്വരനെ അവരവർക്കിഷ്ടമുള്ള രീതിയിൽ ശിവനായിട്ടോ നാരായണനായിട്ടോ ദേവിയായിട്ടോ അല്ലെങ്കിൽ മറ്റാരുമായി നമുക്ക് സങ്കല്പിക്കാം, നമുക്ക് ഭജിക്കാം. ഗുരുക്കന്മാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ. ഗുരുപരമ്പരകൾ ഇങ്ങനെ എവിടെയാണ് അവസാനിക്കുന്നതെന്ന് സത്യത്തിൽ ആർക്കും പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഋഷീശ്വരന്മാർക്ക് പോലും സത്യത്തിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈശ്വര സങ്കല്പം എന്നത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവസാനം ശിവഭഗവാനുണ്ടെങ്കിൽ, നാരായണനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവിയുണ്ടെങ്കിൽ അതിനു മുകളിൽ എന്തോ ഒന്നുണ്ട്, ഇല്ലാതെ ഒരാൾ മാത്രമായി ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളും ചിന്തകളും നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഉപരിയായി ഒരു പരാശക്തി ഉണ്ടല്ലോ എന്ന ആ സങ്കല്പത്തെ നമുക്ക് വിശ്വസിക്കാം. ആ പരാശക്തിയെ നമുക്കിഷ്ടമുള്ള ഈശ്വര സങ്കല്പത്തിൽ കണ്ടെത്താം. അത് ഗുരുപദേശത്തിലൂടെയോ അല്ലാതെയോ നമുക്ക് ദേവനായോ ദേവിയായോ ആ ചൈതന്യത്തെ സങ്കല്പിക്കാം. ഗുരുവിൻ്റെ ഉപദേശം എന്നു പറയുന്നതാണ് പരാവിദ്യ. പുസ്തകജ്ഞാനവും മറ്റ് അതുമായി ബന്ധപ്പെട്ടു നേടുന്ന അറിവുമാണ് അപരാവിദ്യ. ഇവ ചിത്തശുദ്ധിക്കു മാത്രമുള്ളതാണ്, സാക്ഷാത്കാരത്തിന് ഉതകുന്നവയല്ല. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നും ഈശ്വരനെ കാണാൻ നാം അലയുകയല്ല വേണ്ടത്, മറിച്ച് ഗുരുപദേശം തേടുകയാണ് വേണ്ടത് എന്നുമുള്ള അറിവാണ് ചിത്തശുദ്ധി.